അപ്പോൾ നമ്മൾ അനാലിസിസ് ടൂൾസിനകത്ത് രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ്, രണ്ടാമത്തേത് ഫോംസ്. ഇനി അടുത്ത അനാലിസിസ് ടൂളാണ് ചാർട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുന്നതാണ്, ബേസിക് ടൈപ്പ് ഓഫ് ചാർട്ട്സ്. ഇപ്പോൾ ചാർട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ചാർട്ടെന്ന് വെച്ചാൽ ഗ്രാഫ് പോലെ നമ്മൾ വരയ്ക്കുന്ന, പിക്ചോറിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസിനാണ് നമ്മൾ ചാർട്ടെന്ന് പറയുക. അതായത് നമ്മുടെ കയ്യിലൊരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയുടെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഗ്രാഫിക്കലായിട്ടോ പിക്ചോറിയലായിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ചാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയെ കംപ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ ബ്രീഫായിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് ആയിട്ടുള്ള എന്താണ് ഡേറ്റ ഐറ്റമും വൈ ആക്സിസിൻ്റെ സൈഡ് നമ്മൾ എന്താ കൊടുക്കുക, ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സ്കെയിലാണ് കൊടുക്കുക അല്ലേ. എന്നിട്ട് ആ ഐറ്റവും ഇൻഡെക്സും കൂടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അതുതന്നെയാണ് ചാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ചാർട്ടിൽ നമ്മൾ നോർമലി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ ഒക്കെയാണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം മെയിനായിട്ടും 4 ടൈപ്പ് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേതാണ് ബാർ ചാർട്ട്. അപ്പോൾ ബാർ ചാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ബാറുകളായിട്ട് ഓരോ ബാർസ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാർട്ടാണ് ബാർ ചാർട്ട്. ഇപ്പോൾ ഡേറ്റ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കാനാണ് ഈ ഒരു ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വെച്ചോണം, ഡേറ്റ എലമെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് ബാർ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈസി ആയിട്ട്, അതായത് ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ ആർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ചാർട്ട്. നെക്സ്റ്റ്, ഈ ഒരു ടൈപ്പ് ചാർട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് എൻ്റർപ്രൈസസിലൊക്കെ മാനേജ്മെൻറ്റ് ഏരിയയിലാണ് ഈ ഒരു ചാർട്ട് പ്രോഫിറ്റും ലോസും ഒക്കെ കാണിക്കാൻ വേണ്ടി കൂടുതലായിട്ടും യൂസ് ചെയ്യുക. പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റ്സിനെയാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ബാർ ചാർട്ടിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നോക്കുക, കുറേ മെഷീൻസ് തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഇൻഡെക്സ് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, മെഷീൻ 1ന് ഫ്രീക്വൻസി കുറവാണ്, മെഷീൻ 2ന് കുറച്ചും കൂടെ ഫ്രീക്വൻസി ഉണ്ട്, 3ക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് 8ാമത്തെ മെഷീൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ, ആ പാറ്റേണിനെയാണ് നമ്മൾ ശരിക്കും ഈ ഒരു ബാർസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ചാർട്ടാണ് ലൈൻ ചാർട്ട്. അപ്പോൾ ലൈൻ ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഗ്രാഫൊക്കെ വരയ്ക്കുകയല്ലേ, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ മുമ്പത്തെ നമ്മുടെ ആദ്യത്തെ ബാർ ചാർട്ടിൽ എന്തായിരുന്നു, റിലേഷൻഷിപ്പാണ്. ഇവിടെ മൂവ്മെൻറ്റ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പാറ്റേൺ ഓഫ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലൈൻ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ പ്രൊഡക്ഷനാണ്, നമ്മൾ ഓരോ പർട്ടിക്കുലർ ഇയറിലുള്ള പ്രൊഡക്ഷൻ്റെ റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓരോ പോയിൻറ്റ്സ് ആയിട്ട് കണ്ടോ, ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ചാർട്ടാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സൻറ്റേജസിനെ ആയിട്ട് നമുക്ക് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പൈ ചാർട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പൈ ചാർട്ട് എന്ന് വെച്ചാൽ ഒരു സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ആ സർക്കിളിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഓരോ സെക്ഷനെ നമ്മൾ ഓരോ സ്ലൈസസ് എന്നാണ് പറയുക. ആ ഓരോ സ്ലൈസസിനകത്തും പെർസെൻറ്റേജ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിളിൽ നോക്കുക, ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൈ ചാർട്ടിനെ മൊത്തത്തിൽ നമ്മൾ എത്രയാണ് 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 100% വരണം. അപ്പോൾ ആ രീതിയിൽ ഓരോന്നിനെ അറേഞ്ച് ചെയ്യുക. ഇവിടെ 33, 22, 20, 17, 8 ടോട്ടൽ 100% വരും. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ സ്ലൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ പെർസെൻറ്റേജ് 100 ആവണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് സ്റ്റെപ്പ് ചാർട്ട്. അപ്പോൾ പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ സ്റ്റെപ്പ് കയറിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റെയർ കേസ് മോഡലിലുള്ള ഒരു ചാർട്ടാണ് സ്റ്റെപ്പ് ചാർട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റെയർ കേസ് ചാർട്ടെന്നും പറയാറുണ്ട്. ഇവിടെയും പാറ്റേൺ ഓഫ് മോഷൻ, നമ്മുടെ മോഷൻ്റെ ഒരു പാറ്റേൺ ആണ് കാണിക്കുക. കണ്ടോ, സ്റ്റെപ്പ് പോലെ പോകുന്നത് കണ്ടോ, അതാണ് സ്റ്റെപ്പ് ചാർട്ട്. അപ്പോൾ ഇത്രയുമാണ് അവൈലബിൾ ആയിട്ടുള്ള 4 ടൈപ്പ് ചാർട്ട്. ഇനി ചാർട്ടിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ കൂടെ അതിൻ്റെ ഡെവലപ്മെൻറ്റും കൂടെ എഴുതണം കേട്ടോ. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് ചാർട്ട്, ഒരു നല്ല ചാർട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസൈഡ് മെസ്സേജ് ഫോർ ചാർട്ട്. നമ്മൾ ആ ചാർട്ടിൽ എന്ത് മെസ്സേജാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. നെക്സ്റ്റ്, ഏത് ടൈപ്പ് ചാർട്ടാണ് യൂസ് ചെയ്യേണ്ടത്. 4 ടൈപ്പ് ചാർട്ട് ഉണ്ടല്ലോ, ബാറ്, ലൈന്, പയ്യ്,
ഇങ്ങനെ 4 ടൈപ്പ് ചാർട്ടുണ്ട്, സ്റ്റെപ്പ് ചാർട്ട്. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ചാർട്ട് വേണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ചാർട്ടിൻ്റെ ടൈപ്പും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് ആ ഒരു മോഡലിൽ ലേ ഔട്ട് വരയ്ക്കുക. നെക്സ്റ്റ് ആ ലേ ഔട്ട് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നമുക്ക് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇനി അത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതാണ് ഒരു ചാർട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള 6 സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസിഷൻ ടേബിൾ. ഇതെല്ലാം തന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ ടോപ്പിക്കുകളും മിക്കവാറും ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡിസിഷൻ ടേബിൾ ചോദിക്കാം, ഡിസിഷൻ ട്രീ ചോദിക്കാം, സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ചോദിക്കാം, കോഡ് ഡിക്ഷണറി ചോദിക്കാം. ഇതെല്ലാം പല പ്രാവശ്യം മാറി മാറി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡിസിഷൻ ടേബിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിനകത്ത് പറയുന്ന പോലെ തന്നെ ഒരു ടേബിളാണ്. അതിനകത്ത് എന്താ റെപ്രസെൻ്റ് ചെയ്യുക? ഡിസിഷൻസ് ആണ്, അതായത് ലോജിക്കൽ റൂൾസ് ആണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ലോജിക്കൽ റൂൾസിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ടാബുലാർ ഫോർമാറ്റാണ് ഡിസിഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിസിഷൻ ടേബിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് 4 പാർട്ട് ഉണ്ടാവും. കണ്ടീഷൻ സ്റ്റെപ്പ്, കണ്ടീഷൻ എൻട്രീസ്, ആക്ഷൻ സ്റ്റെപ്പ്, ആക്ഷൻ എൻട്രീസ്. ഇതാണ് 4 പാർട്സ്. അപ്പോൾ കണ്ടീഷൻ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷൻസിനെയും, അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 എന്നൊക്കെയുള്ള പോർഷനില്ലേ, അങ്ങനെ കണ്ടീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോർഷനാണ് കണ്ടീഷൻ സ്റ്റെപ്പ്. അപ്പോൾ കണ്ടീഷൻ സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ റീഡ് ചെയ്യുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് റീഡ് ചെയ്യുക. ഈഫ് വെച്ചിട്ട് വേണം കണ്ടീഷൻ സ്റ്റെപ്പ് റീഡ് ചെയ്യാൻ. ഇനി കണ്ടീഷൻ എൻട്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂൾസ് ആണ്. അതായത് എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ഒരു കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതായത് യെസ് കണ്ടീഷൻ, അങ്ങനെ അല്ലെങ്കിൽ അതായത് നോ കണ്ടീഷൻ. അപ്പോൾ ആ ഒരു കണ്ടീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന യെസ് ഓർ നോ പാർട്ടാണ് കണ്ടീഷൻ എൻട്രീസിനകത്ത് വരിക. ഇനി ആക്ഷൻ എൻട്രീസിനകത്ത് ഇപ്പോൾ നമുക്ക് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആക്ഷൻ എടുക്കണമല്ലോ. അപ്പോൾ ആ ആക്ഷനെ പോയിൻ്റ് ചെയ്യുന്നതാണ് ആക്ഷൻ എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിൻ്റ് ചെയ്യുന്നതിനെ എപ്പോഴും നമ്മൾ എക്സ് എന്ന് പറയുന്ന സിമ്പൽ കൊടുത്തിട്ടാണ് ആക്ഷൻ എൻട്രീസിനെ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അടുത്തതാണ് ആക്ഷൻ സ്റ്റെപ്പ്. ഇപ്പോൾ കണ്ടീഷൻ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കണ്ടീഷൻസിനെയാണ് ലിസ്റ്റ് ചെയ്യുക, ആക്ഷൻ സ്റ്റെപ്പിൽ ആക്ഷൻസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. കണ്ടീഷൻ സ്റ്റെപ്പിനകത്ത് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. ആക്ഷൻ സ്റ്റെപ്പിനകത്ത് ഈഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദെൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ ഇത് 4മാണ് ഡിസിഷൻ ടേബിളിൻ്റെ 4 പാർട്സ്. കറസ്പോണ്ടിങ് ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, 4 പാർട്ടുകളുണ്ട് ടോട്ടൽ. അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്ന ടോപ്പിൽ ഒരു സെക്ഷനുണ്ട്, അതിൻ്റെ മിഡിലായിട്ട് ആക്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അപ്പോൾ കണ്ടീഷനും ആക്ഷനും ഉണ്ട്. ഇനി കണ്ടീഷന് നേരെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് കണ്ടീഷൻ എൻട്രീസ്, നമ്മൾ യെസ് ഓർ നോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ആക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആക്ഷൻ എൻട്രീസ്. നമ്മൾ എക്സ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ കണ്ടീഷൻ എ ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ 6 കോളം കൊടുത്തിട്ടുണ്ട്. കോളമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ എ ഈക്വൽ ടു 0 ആണോ, അതായത് അത് ഈഫ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. കണ്ടീഷൻ എൻട്രീസിനെ എപ്പോഴും നമ്മൾ ഈ ഫോർമാറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് ഈഫ് എ ഈക്വൽ ടു 0, അതാണ് ഈഫ് കണ്ടീഷൻ. ഇനി അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതാണ് കറസ്പോണ്ടിങ് കോളത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടീഷൻ്റെ കറസ്പോണ്ടിങ് കണ്ടീഷൻ എൻട്രീസിനകത്ത് നമ്മൾ എന്താണെന്ന് കൊടുക്കുക, യെസ് അല്ലെങ്കിൽ നോ അല്ലേ കൊടുക്കുക. അപ്പോൾ ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ഇവിടെ 6 കോളം ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളതിനകത്ത് യേസും നോയും കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 കോളത്തിൽ യേസ് കൊടുത്തിട്ടുണ്ട്, അവസാനത്തെ 4 നോയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കുക. കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻ പാർട്ടിലേക്ക് പോരുക. അപ്പോൾ ഈഫ് എ ഈക്വൽ ടു 0 ദെൻ ചെയ്യേണ്ട ആക്ഷൻ എന്താണോ അതാണ് നമ്മൾ ആക്ഷൻസ് എന്നുള്ളതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ഷൻ സ്റ്റെപ്പിനകത്തുള്ള എൻട്രീസിനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്നത്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുക. അപ്പോൾ ഈഫ് എ ഈക്വൽ ടു 0 എന്നുള്ളത് കണ്ടീഷൻസിനകത്തും കറസ്പോണ്ടിങ് ആക്ഷൻസിനകത്ത് എങ്ങനെ വരും, ദെൻ പ്രിൻറ്റ് എ ഈക്വൽ ടു 0 അങ്ങനെയാണ് വരിക, അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പോയിന്റ് ചെയ്യേണ്ടതാണ് മേളിലും താഴെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈഫ് എ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1ഉം 2ഉം കോളം യേസ് കൊടുത്തു, ബാക്കി 4 കോളം നോ കൊടുത്തു. അപ്പോൾ യേസ് ഉള്ള കോളത്തിൽ മാത്രം നമുക്ക് ആക്ഷൻ പെർഫോം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ പ്രിൻറ്റ് എ ഈസ് 0, കറസ്പോണ്ടിങ് ആക്ഷൻ കണ്ടോ, കറസ്പോണ്ടിങ് ആദ്യത്തെ 2 കോളത്തിൽ നോക്കി
പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത് ആക്ഷനാണ്. അപ്പോൾ നമ്മൾ ആ ആക്ഷനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റും സെക്കൻഡും കോളത്തിൽ എന്ത് കാണിക്കണം? എക്സ് എന്നുള്ളത് കാണിക്കണം. അടുത്ത കണ്ടീഷൻ നോക്കുക, ബി ഗ്രേറ്റർ ദാൻ 5. അതെങ്ങനെ റീഡ് ചെയ്യുന്നത് ശരിക്കും? ഈഫ് ബി ഗ്രേറ്റർ ദാൻ 5. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആ കോളത്തിൽ കാണിക്കുക. ഫസ്റ്റ് 2 കോളത്തിൽ നമ്മളൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നെക്സ്റ്റ് തേർഡ് ഫോർത്തും അങ്ങനെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. 5th 6th അല്ല. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ വേണം നമ്മൾ കാണിക്കാൻ. ആക്ഷൻ ഏതിന് മാത്രം കാണിച്ചാൽ മതി? യെസ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ നോക്കുക, ഇഫ് ബി ഗ്രേറ്റർ ദാൻ 5 കറസ്പോണ്ടിങ് ആക്ഷൻ നോക്കിയേ, പ്രിൻറ്റ് ബി ഗ്രേറ്റർ ദാൻ 5. അങ്ങനെ പ്രിൻറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് ആക്ഷൻ എന്ത് കാണിക്കണം? വൈ എന്നുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് എന്ന് കാണിക്കുക. അടുത്ത കണ്ടീഷൻ നോക്കിയേ, ഇഫ് എ ഈക്വൽ ടു സി. അപ്പോൾ അത് നമ്മൾ എല്ലാ കോളത്തിനും കൊടുത്തിട്ടുണ്ട്. യെസ് ഉണ്ട്, നോയുണ്ട്, വീണ്ടും യെസ് നോയ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് കറസ്പോണ്ടിങ് ആക്ഷനെ നോക്കുക, പ്രിൻറ്റ് എ ഈക്വൽ ടു ബി. കറസ്പോണ്ടിങ് ആക്ഷൻ നമ്മൾ എവിടെ കാണിക്കണം? വൈ ഉള്ളിടത്ത് മാത്രം കാണിക്കുക, എക്സ് ഇട്ട് കാണിക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു ഡിസിഷൻ ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അടുത്തതാണ് ഡിസിഷൻ ട്രീ. പേരിൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഡിസിഷൻ ടേബിളിൽ കാണിച്ചതുപോലെ തന്നെയുള്ള ഡിസിഷൻസ്, ഈഫൽസ് അല്ലെങ്കിൽ ഈഫ് ദെൻ ഡിസിഷൻസിനെ നമ്മൾ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ലോജിക്കൽ റൂൾസിനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും നമുക്ക് ട്രീ പോലെ ഹയറാർക്കിക്കൽ സ്ട്രക്ചറാണ്, ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, നോക്കുക. ഏജ് ഓവർ 30, 30 വയസ്സിന് മേളിലാണോ? ഇപ്പോൾ 2 കണ്ടീഷൻ പോയിരിക്കുന്നത് കണ്ടോ. യെസ് ആണെങ്കിൽ ഒരു സെക്ഷനിലേക്ക് ബ്രാഞ്ച് ചെയ്ത് പോവും, നോ ആണെങ്കിൽ വേറൊരു സെക്ഷനിലേക്കാണ് ബ്രാഞ്ച് ചെയ്ത് പോവുക. അപ്പോൾ യെസ് ആണെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ ഒരു കണ്ടീഷനും കൂടെ ചോദിക്കുവാണെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 2 ആണോ? അങ്ങനെയാണെങ്കിലും യെസ് ആണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനിലേക്ക് പോവും, നോ ആണെങ്കിൽ വേറൊരു ബ്രാഞ്ചിലേക്കാണ് പോവുക. അപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 2 ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ലോൺ കിട്ടില്ല. ഇനി അപ്പുറത്തെ നോ പാർട്ട് നോക്കിയേ, അതായത് 30 വയസ്സിന് മേളിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നത് എന്താണ്? സാലറിയാണ്. സാലറി 25,000-ന് മേളിലാണോ? അങ്ങനെയാണെങ്കിൽ ലോൺ കിട്ടും, അല്ലെങ്കിൽ ലോൺ കിട്ടില്ല. അപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്നും ലോൺ എടുക്കാനുള്ള പർട്ടിക്കുലർ ലോജിക്കൽ റൂൾസിനെ ഒരു ട്രീ ഫോർമാറ്റിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതാണ് ഡിസിഷൻ ട്രീ. അടുത്തതാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്. പേരിനകത്ത് പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ചെയ്യേണ്ട ലോജിക്കൽ ഓപ്പറേഷൻസിനെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, അതായത് ഈഫ് ദെന്ന് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഇംഗ്ലീഷിലല്ലേ എഴുതുന്നേ. അപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അതിനൊരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ട് അല്ലേ, സ്ട്രക്ചർ ഉണ്ട്. ഈഫ് ആണെങ്കിൽ ഈഫിൻ്റെ കൂടെ ദെൻ ഉണ്ട്, അതുപോലെ എൽസ് പാർട്ട് വേണം, അങ്ങനെ ഒരു പ്രോപ്പർ ഫോർമാറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജാണ് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ പ്രിൻറ്റ് എ ഈസ് ഗ്രേറ്റർ, ഒരു ഫോർമാറ്റാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് DFD, ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇമ്പോർട്ടൻ്റ് ആണ്. പേരിനകത്തുനിന്ന് തന്നെ അറിയാൻ പറ്റും, ഒരു സിസ്റ്റത്തിനകത്തെ ഡേറ്റയുടെ ഫ്ലോ എവിടുന്ന് എങ്ങോട്ടാണെന്ന് കാണിക്കുന്നതാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിൾ സോഴ്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എൻറ്റിറ്റിയെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആരോ മാർക്കാണ് ഡാറ്റയുടെ ഫ്ലോയെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് സർക്കിൾ പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഡാറ്റ സ്റ്റോർ, അതായത് ഓപ്പൺ എൻഡഡ് റെക്റ്റാങ്കിൾ ആണ്, അതായത് ഡാറ്റയുടെ സ്റ്റോറേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് ഒരു DFD നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു കസ്റ്റമറും അഡ്മിനും, ഒരു വെബ്സൈറ്റിൻ്റെ 2 മൊഡ്യൂൾസാണ് കസ്റ്റമറും അഡ്മിനും. അപ്പോൾ ഈ 2 മൊഡ്യൂൾസിനെ നമ്മൾ 2 എൻറ്റിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി കസ്റ്റമറിന് വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം, അതാണ് വെബ്സൈറ്റിലേക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. ലോഗിൻ ചെയ്യുവാണ്. ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് തിരിച്ച് കൺഫർമേഷൻ കിട്ടും അല്ലേ, അതാണ് കാണിച്ചിരിക്കുന്നത്. കസ്റ്റമറിന് കൺഫർമേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നോക്കുക, അഡ്മിൻ, അതായത് ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ് അഡ്മിൻ. അയാൾക്ക് എന്ത് ചെയ്യാം? വെബ്സൈറ്റ് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങോട്ടേക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കൺഫർമേഷൻ തിരിച്ച് അഡ്മിന് കിട്ടും.
ഇതൊരു സിമ്പിൾ DFDയുടെ എക്സാമ്പിളാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഡേറ്റ ഡിക്ഷണറി. അപ്പോൾ ഡേറ്റ ഡിക്ഷണറി എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഡേറ്റ എലമെൻറ്റ്സ് എന്ന് നമുക്കറിയാമായിരിക്കണം. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് ഡേറ്റ എലമെൻറ്റ്, ഡേറ്റയുടെ എലമെൻറ്റ്. അപ്പോൾ ഈ ഡേറ്റ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ഡേറ്റ സ്ട്രക്ചർ. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്തോണം. അപ്പോൾ ഒരു സിസ്റ്റത്തിനകത്തെ ഡേറ്റയുടെ ഏറ്റവും ചെറിയ പാർട്ടിന് പറയുന്ന പേരാണ് ഡേറ്റ എലമെൻറ്റ്. ഇങ്ങനെയുള്ള ചെറിയ പാർട്ടുകളായിട്ടുള്ള ഡേറ്റ എലമെൻറ്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള റിലേഷൻഷിപ്പാണ് ഡേറ്റ സ്ട്രക്ചർ. ഇനി എന്താണ് ഡേറ്റ ഡിക്ഷണറി എന്ന് നോക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റ സ്ട്രക്ചേഴ്സിനെയും സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻട്രൽ റെപ്പോസിറ്ററി മീൻസ് സ്റ്റോറേജ് ആണ് കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെൻട്രൽ റെപ്പോസിറ്ററിയാണ് എന്ത്? ഡേറ്റ ഡിക്ഷണറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ കളക്ഷൻ എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ഹിപ്പോ ചാർട്ട്. മിക്കവാറും ചോദിക്കുന്നതാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സ്പാൻഷനും പഠിച്ചു വെച്ചോണം. 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. അപ്പോൾ ഹിപ്പോ ചാർട്ട് എന്ന് വെച്ചാൽ ആക്ച്വലി 2 ടൈപ്പ് ചാർട്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഹിപ്പോ ചാർട്ട്. അതാണ് നമുക്ക് എക്സ്പാൻഷൻ പറഞ്ഞിരിക്കുന്നത്. ഹയറാർക്കി പ്ലസ് ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ചാർട്ട്. അതായത് ഹയറാർക്കി ചാർട്ടിൻ്റെ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിനെ ഷോർട്ടായിട്ട് ഇപ്പോ എന്ന് പറയും, IPO. അപ്പം ഹയറാർക്കി ചാർട്ടിൻ്റെയും ഇപ്പോ ചാർട്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഹിപ്പോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹയറാർക്കി ചാർട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റയുടെ റിലേഷൻഷിപ്പിനെ ഒരു ഹയറാർക്കി ട്രീ മോഡലിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചാർട്ടാണ് ഹയറാർക്കി ചാർട്ട്. അപ്പോൾ ഇപ്പോ ചാർട്ട് എന്തിനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? ഇപ്പം നമ്മൾ ഹയറാർക്കി ചാർട്ടിനകത്ത് കുറേ മൊഡ്യൂൾസ് യൂസ് ചെയ്യുമല്ലോ. അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഈ 3 ഫങ്ഷണാലിറ്റിയും കാണിക്കുന്ന ചാർട്ടാണ് ഇപ്പോ ചാർട്ട്. അപ്പോൾ ഹയറാർക്കി ചാർട്ടും ഇപ്പോ ചാർട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർത്ത് വെച്ചോണം. ഹയറാർക്കി ചാർട്ടിൽ നമ്മൾ എല്ലാ മൊഡ്യൂൾസിനെയും ഹയറാർക്കിക്കൽ മോഡലിൽ കാണിക്കും. ആ കാണിച്ച ഹയറാർക്കിക്കൽ മോഡലിലെ ഏതെങ്കിലും ഓരോ മൊഡ്യൂൾസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇപ്പോ ചാർട്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഓൺലൈൻ സെയിൽസ് ആണ്. നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഓൺലൈൻ സെയിൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹയറാർക്കി ചാർട്ടാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടുത്തെ റൂട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓൺലൈൻ സെയിൽസ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെക്ഷൻസ് ആണ് ഓതൻറ്റിക്കേഷൻ. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ നേരത്ത് നമ്മളിപ്പോൾ എന്താണ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അതുപോലെ ഇൻവെൻട്രി ചെക്ക്. അപ്പോൾ നമുക്ക് സാധനം ഇപ്പം നിലവിൽ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യും. അതാണ് ഇൻവെൻട്രി ചെക്ക്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്താണ്? പേയ്മെൻറ്റ്. ക്യാഷ് ഓൺ ഡെലിവറി ആണോ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണോ, പേയ്മെൻറ്റ് പ്രോസസ് ഏതാണ്. നെക്സ്റ്റ് ഡിസ്പാച്ച് ഐറ്റം. ഫൈനലി നമുക്ക് ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ ഡിസ്പാച്ച്ഡ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. അതാണ് മേജറായിട്ടുള്ള 4 മൊഡ്യൂൾസ്. ഇനി ഇൻവെൻട്രി നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു പ്രോഡക്റ്റിന് ഓർഡർ കൊടുക്കുമ്പം ഇൻവെൻട്രി അവരുടെ സ്റ്റോറിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇഷ്യൂ ഐറ്റം, അവിടെ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ മിസ്സിങ് ആണെന്നുള്ളത് കാണിക്കാം. ഇനി ഐറ്റം നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് തന്നു കഴിയുമ്പോൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ജനറേറ്റ് ചെയ്യും. ഇതാണ് നോർമലി ഒരു ഓൺലൈൻ സെയിൽസിൽ നടക്കുക. അപ്പോൾ ഓൺലൈൻ സെയിൽസിൽ നടക്കുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആണ് നമ്മൾ ഈ ഹയറാർക്കി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് ചാർട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഹയറാർക്കി ചാർട്ടിനകത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻപുട്ടും പ്രോസസ്സും ഔട്ട്പുട്ടുമാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽസിൻ്റെ ഹയറാർക്കി ചാർട്ടിനകത്തെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മളിവിടെ ഇപ്പോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോ ചാർട്ടിനകത്ത് 3 സെക്ഷനേ വരത്തുള്ളൂ. ആ എടുത്തിരിക്കുന്ന മൊഡ്യൂളിൻ്റെ ഇൻപുട്ട്, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ അല്ലേ, അതായത് യൂസർ തന്നെയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇൻപുട്ട് എന്താണ്? യൂസർ സ്ക്രീനിൽ യൂസറിന് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കൊടുത്തു, അതാണ് ഇൻപുട്ട്. ഇനി അവിടെ നിൽക്കുന്ന പ്രൊസീജിയർ എന്താണ്? യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് വെച്ചാൽ
യൂസർ നെയിം, പാസ്വേഡ്, മൊബൈൽ നമ്പർ പോലെ ഉള്ള കാര്യങ്ങൾ വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് യൂസറിൻ്റെ ഇപ്പോൾ എന്താണ് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യും. എന്നിട്ട് അപ്രോപ്രിയേറ്റ് പേയ്മെൻറ്റ് മൊഡ്യൂള് കോൾ ചെയ്യും. ഇനി ഔട്ട്പുട്ട് നമുക്ക് എങ്ങോട്ട് തന്നെയാണ് കിട്ടുക? യൂസർ സ്ക്രീനിലേക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഓതൻറ്റിക്കേഷനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് യൂസർ സ്ക്രീനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ്. പ്രോസസ്സിങ് എന്താണ്? ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഹയറാർക്കിക്കൽ ചാർട്ട്, അതായത് സെയിൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹയറാർക്കിക്കൽ ചാർട്ടിൻ്റെ കറസ്പോണ്ടിങ് ഇപ്പോൾ ചാർട്ടാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാഡിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ മേജറായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം തന്നെ മിക്കവാറും ചോദിക്കുന്നതാണ്. എസ്ഐ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതിൽ നിന്നും ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ കോഡ്സ് എസ്ഐ ആണ്. ദെൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മിക്കവാറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് ചോദിക്കാം. ബേസിക് ടൈപ്പ് ഓഫ് ചാർട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പഠിച്ച ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകളെല്ലാം DFD മിക്കവാറും ചോദിക്കുന്നതാണ്. അതുപോലെ സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ചോദിക്കുന്നതാണ്. ദെൻ കോഡ് ഡിക്ഷണറി, ഇതെല്ലാം തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഹിപ്പോ ചാർട്ടും മിക്കവാറും ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഓവറോൾ ഒരു റിവിഷൻ.